ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത് മുട്ട വെച്ച് ഒരു കിടിലൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് മസാലയൊന്നും വേണ്ട, മസാലയിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നല്ല ക്രിസ്പിയും ഉണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ കുറച്ച് മസാല ഉണ്ടാക്കണം. ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിൽ ആദ്യം പെരുംജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ഇത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ മസാലയ്ക്ക് നോക്കിയിട്ട് എരിവിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. പിന്നെ പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അത് ഒരു 8 പീസോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സവാള ഒരു 3 വലിയ സവാളയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത്രയും മസാല കൊണ്ട് നമുക്ക് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ചിക്കൻ സ്റ്റോക്കില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. മുട്ട വെച്ച് ഒരുപാട് സ്നാക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നല്ല ഈസിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരുപാട് സ്നാക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ ഒന്നുകൂടി ഈസി ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ അതുപോലെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒന്ന് ആക്കിയെങ്കിൽ ഒന്നുകൂടി ഈസി ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, നല്ലോണം വേവിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ മിക്സിയിലിടുന്നതിനേക്കാൾ കൈകൊണ്ട് ചില മസാലക്കെല്ലാം കൈകൊണ്ട് ചെയ്യുമ്പോൾ അത് നല്ലൊരു ഫ്ലേവറാണ്. എന്തായാലും നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഒന്ന് കുറച്ച് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കൈകൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മസാലയിലും ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ ഗരം മസാല. ഈ ഒരു ഗരം മസാല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, നല്ല ഫ്ലേവറുള്ള ഒരു ഗരം മസാലയാണ്. പിന്നെ അതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾ ഇതിലോട്ട് ചിക്കനും ചേർത്ത് കൊടുക്കാം. ചിക്കൻ പൊടിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഫുള്ള് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കാം. ഇത് 2 ബ്രസ്റ്റ് പീസാണ് കേട്ടോ. അപ്പോൾ അത് മിക്സാക്കിയിട്ട് റെഡിയാക്കുക. ഇത്രയും മസാല കൊണ്ട് നമുക്ക് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ ഇതിലോട്ട് മല്ലിയിലയും കുറച്ചിട്ട് പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഏകദേശമായി. ഇനി ഇതിലോട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത്. അത് വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്താൽ തന്നെ മതി, ഓവർ ഉരുളക്കിഴങ്ങും ചേർക്കേണ്ടതില്ല ഇതിലേക്ക്. ഇനി മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ടയെല്ലാം പുഴുങ്ങി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാലയെല്ലാം നന്നായി മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട നടുഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു മുട്ട കൊണ്ട് 2 സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് ഭാഗം പൊട്ടി തന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല, നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ മഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ നടുഭാഗത്തെ മഞ്ഞ ഞാൻ ഈ ഒരു മസാലയിലേക്ക് തന്നെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കാമെന്ന്. നിങ്ങൾക്ക് ഈ മഞ്ഞ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു മുട്ടേൻ്റെ ഒരു ടേസ്റ്റ് വരും അത് നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കിയിട്ടും ചെയ്യാം. അല്ലാതെ ആ ഒരു മസാലയിൽ തന്നെ ആ മുട്ടയിൽ തന്നെ ഇട്ടെങ്കിലും പ്രശ്നമില്ലെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മഞ്ഞെല്ലാം ഇതിലേക്കിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. മഞ്ഞക്കരു കൂടുതൽ ഇതിലോട്ട് മസാലയിലിട്ടാൽ നമ്മളെ മസാലേൻ്റെ എരിവെല്ലാം കുറച്ച് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് പച്ചമുളക് കീറിയിട്ടിടാം. അങ്ങനെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ തന്നെ മതിയാവും. അല്ല നിങ്ങൾക്ക് മഞ്ഞ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നന്നായി മിക്സാക്കിയ ശേഷം നമുക്ക് ചെറിയ ബോൾസാക്കി വെക്കാം. അപ്പോൾ നമ്മൾ എത്ര മുട്ടയുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ബോൾസാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബോൾസാക്കിയത് ഈ മുട്ടേൻ്റെ നടുഭാഗത്തായിട്ട് വെച്ചിട്ട് അതിൻ്റെ പീസാക്കിയതുണ്ടല്ലോ അത് മറ്റേ സൈഡ് വെച്ചിട്ട് ഇതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ നടുഭാഗത്തൊരു ടൂത്ത് പീക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്നാക്കായി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇങ്ങനെ 2 സൈഡും മുട്ടയുടെ വെള്ളം വെച്ച് നടുഭാഗത്ത് നമ്മൾ മസാലയും വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ.
ഈ ഒരു മെത്തേഡ് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതാ നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ ആകുമ്പോൾ ഒരു മുട്ടയിൽ നിന്ന് 2 എണ്ണം ആക്കി കിട്ടും, 2 സ്നാക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഇതാ മസാല ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഷേപ്പാക്കി എടുക്കുക. നമ്മൾ ഉന്നക്കായെല്ലാം ഷേപ്പാക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മുട്ടേൻ്റെ ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മസാല വെച്ച് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ കൈൻ്റെ ഉൾഭാഗം വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ അതിലേക്ക് ഫില്ലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സ്നാക്ക് തന്നെയാണ്. ഇതിന് എത്ര റേറ്റ് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിയില്ല. ഞാനിവിടെ സൗദിയിലാണ് കേട്ടോ. സൗദിയിൽ ഞാൻ സെയിൽ ചെയ്യുന്നതും നാട്ടിലത്തെ പ്രൈസും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് പ്രൈസ് എത്ര, ഒരു ഇതിന് സ്നാക്കിന് എത്ര എന്നുള്ളത്. അതെനിക്ക് ക്ലിയർ ആക്കിയിട്ട് പറയാൻ പറ്റില്ല. ചട്ടിപ്പത്തിരിയെല്ലാം ആണെങ്കിൽ ഒരെണ്ണത്തിന് 250 എടുക്കുന്ന ആളുണ്ട്, 200 എടുക്കുന്ന ആളുണ്ട്, 300 എടുക്കുന്ന ആളുണ്ട്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എത്രമാത്രം അതിന് സാധനങ്ങൾ എടുക്കുന്നത് നോക്കിയിട്ട് നമ്മൾ പ്രൈസ് ഇടാട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലുള്ള ആ ഒരു മിക്സിങ് എല്ലാം കറക്റ്റായിരിക്കണം. മുട്ട നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോഴേ നമ്മൾക്ക് കറക്റ്റായിട്ട് അത് കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫോർക്കിലോട് ചെയ്താൽ ഒന്നുകൂടെ ഈസി ആവട്ടോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ മുട്ടയിട്ട് ഈ ഒരു ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബ്രെഡിൻ്റെ പൊടി എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നമുക്കിതെല്ലാം മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് കോട്ടിംഗ് ആണ്. ഇതുപോലെ തന്നെ രണ്ടാമത് ഒരു കോട്ടിങ്ങും കൂടി ചെയ്തെങ്കിലേ ആ ഒരു നല്ലൊരു ക്രിസ്പി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരു മുട്ടയുടെ ബ്രെഡിൻ്റെ പൊടി എല്ലായിടത്തും ആക്കിയിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും കൂടി കവർ ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് കൈ കൊണ്ട് എല്ലാം ഇതുപോലെ പ്രസ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു കോട്ടിംഗ് എല്ലാം ഇളകി പോവും. ഇനി അടുത്തത് ഒന്നും കൂടെ നമ്മൾ ഈ ഒരു സെയിം മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പുറന്തോട് നല്ലൊരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ക്രിസ്പി കിട്ടും. എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും ആക്കി കൈ കൊണ്ട് ഇതേപോലെ നന്നായി പ്രസ് ചെയ്തിട്ട് ആ ഒരു കോട്ടിങ്ങെല്ലാം അതിലേക്ക് ഒട്ടിപ്പിക്കുന്നത് എന്താ പറയുക, അതിലേക്ക് നന്നായിട്ട് കോട്ടിങ് കവർ ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതന്നെ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. നമ്മുടെ മുട്ട കാണുമ്പോൾ കറക്റ്റ് ഒരു മുട്ടേൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആയിട്ട് റെഡി ആയിട്ട് കിട്ടും. ഇനി നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഓയിലിൽ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമെല്ലാം വെന്തതുകൊണ്ട് തന്നെ പുറംഭാഗം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നല്ല ഫ്ലെയിം കൂട്ടിയാലൊന്നും പ്രശ്നമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് നല്ലോണം കുത്തിയിളക്കിയിട്ടൊന്നും തിരിച്ചിടല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ഈ ഒരു പരന്ന പോലത്തെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചിടുക. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ നല്ല മസാല നല്ല ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഇളകി പോവില്ല, അങ്ങനെ പേടിക്കാനുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മെല്ലെ മെല്ലെ ഓരോന്ന് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് എയർ ഫ്രൈയിലും വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഇതെല്ലാം ആക്കിയിട്ട് എയർ ഫ്രൈയിൽ വെച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി കുറച്ച് കട്ട്ലറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടും ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള എഗ് ഫ്രൈ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.